നമസ്കാരം. അസ്സലാമു അലൈക്കും. എന്താണ് സുഖല്ലേ? നമ്മുടെ ഈ ഇരിക്കുന്നത് ടൈലർ ജീവിതം എന്ന് പറയുന്ന നമ്മുടെ ഒരു ചെറിയ വീഡിയോ എടുക്കണ്ടായി അല്ലേ? വർഷങ്ങളെ മുന്നേ ഉള്ള ടൈലറാണ് അല്ലെ? ജോലി അതിലാണ് ആരംഭിച്ചത്. എത്ര വയസ്സിലാണ് ടൈലറിംഗ് ഒക്കെ? 12 വയസ്സ് മുതൽ തുടങ്ങിയിരുന്നു. 12 വയസ്സ് മുതൽ തുടങ്ങി അല്ലേ? ഓക്കെ. എന്തായാലും പിന്നെ നമ്മുടെ തിരക്കുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അല്ലേ? കുറച്ച് കാര്യങ്ങളൊക്കെ അബ്ദുൽഖൈറിന് അറിയണമെന്നുണ്ട്. കാരണം ചാവക്കാടിന്റെ മർമ്മ അറിഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. കാരണം അല്ലേ, ഏകദേശം ഒരു 9:10 മണിക്കാവും വീട്ടിലേക്ക് എത്തുക. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞു ഓരോ മേഖലയിലും ഇഷ്ടംപോലെ പരിചയക്കാരുണ്ട്. ഇഷ്ടംപോലെ പരിചയക്കാരുണ്ട്. ഒരുപാട് അടുത്ത ആൾക്കാരുണ്ട്. അവരുടെ കൂടെ ചായ കുടിക്കാനും അതിന്റെ രണ്ട് വർത്താനം പറയാനും എന്നാലാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ കുടുംബകാര്യങ്ങളൊന്നും ഞാൻ അന്നത്തെ വീഡിയോയിൽ ചോദിച്ചിരുന്നില്ല. ടൈലറിങ്ങിന്റെ ജീവിതത്തില് ഏകദേശം 45 വർഷം അല്ലെ, അതിന് കൂടുതലായിട്ട്. ഇപ്പൊ സഹോദരൻ കടയിൽ ജോലി എടുക്കുന്നുണ്ട്, എന്നാലും അതിന്റെ കൂടെ സഹായിക്കുന്നുണ്ട്. എത്ര ആളാ കുട്ടികള്? മൂന്നാള്. ഒരു പെണ്ണും 3 ആൺകുട്ടികളാണ്. വെരി ഗുഡ് അല്ലെ? 3 പേരും ജോലി എടുക്കുന്നുണ്ടോ? ഇല്ല, ഉണ്ടല്ലേ? 3 ജോലി എടുക്കുന്നുണ്ട്. വിദേശത്തെ അല്ലേ? ഈ 2 വിദേശത്തുള്ള കുട്ടികളുടെ നമ്മുടെ ഇപ്പൊ മണത്തലയുടെ ഒരു നേർച്ച അല്ലെ? മണത്തലയുടെ ഒരു വലിയൊരു എന്തെന്നാ പറയാ, ഒരു ആഘോഷം തന്നെയാണ് മണത്തല നേർച്ച, ചന്ദനക്കുടം നേർച്ച. ഈ മണത്തല നേർച്ചയുടെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ? എല്ലാ വർഷവും കേട്ടിട്ടുണ്ടോ? ഗൾഫിലുള്ള സമയത്ത് ഗൾഫിലുണ്ടായിരുന്നില്ലേ? എല്ലാ കൊല്ലവും ഉണ്ടായിട്ടുണ്ട്. ചെറിയത് മുതല് മണത്തല നേർച്ച. എന്തൊക്കെയാണ് മണത്തല നേർച്ചയുടെ പണ്ടത്തെ ആരവങ്ങൾ? അതായത് മണത്തല നേർച്ച എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ മണത്തല നേർച്ചയാണ്. ഇന്ത്യയുടെ 4 ഭാഗത്തുള്ളതായ ജനങ്ങളും വന്ന് കൂടുന്ന ഒരാവശ്യമാണ് മണത്തല നേർച്ച. ഇന്ത്യ 4 ഭാഗത്തുള്ള ജനങ്ങളുണ്ടായി, കച്ചവടക്കാരും മറ്റുള്ളതായിട്ടുള്ള ആൾക്കാരും പലരും വന്ന് കൂടും. ഇപ്പൊ ജനുവരി 28, 27, 28, 29, അതായത് മകരം 13, 14, 15. മകരം 13, 14, 15. മകരം 12. ഇതില് ഈ ശരിക്കും ഈ ആഘോഷം പങ്കെടുക്കാൻ ജാതി മതഭേദമന്യേ എല്ലാവരും ഓരോ ബന്ധുക്കളെല്ലാം നമ്മുടെ വീടുകളിൽ കൂടുന്നുള്ളത് പറയുന്നുണ്ട്. ശരിയാണോ? പിന്നെ ഞാൻ മണത്തല നേർച്ചയിൽ പോയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ജാതിയുടെ പറയല്ല, നാനാ മതസ്ഥര് ഉണ്ടായിരിക്കും. അതെന്താണ് അവര് കൂടുതലും? അത് അങ്ങനെയാണല്ലേ, ആ നേർച്ച അങ്ങനെയാണ്. അതെ അല്ലേ? എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ആവശ്യമാണ് ഹൈദ്രോസ് കുട്ടി മൂപ്പർ. അദ്ദേഹത്തിന്റെ മരിച്ച ഇതിന്റെ അദ്ദേഹത്തിനോടുള്ള ആദരവ് കാണിക്കുന്നതാണ് ഇതുള്ളത്. അത് ഈ തീരദേശ മേഖലയിലെ മറ്റേ ഇതിൽ നിന്ന് ഒരു രാജാവില്ലേ, രാജാവിൽ നിന്ന് അക്രമികളിൽ നിന്ന് ഈ തീരദേശ മേഖലയെ രക്ഷപ്പെടുത്തി. ചുരുക്കം പറഞ്ഞ അങ്ങനെയാണ് അല്ലേ? അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ചതിയിലൂടെ മരണപ്പെടുന്നത്. അതിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞേ. ഇതന്നെ അപ്പൊ മൂപ്പര് വന്ന് വെള്ളം വെട്ടുകൊണ്ട് അങ്ങ് എടപ്പുള്ളി പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് വിരലിൽ വെട്ടുകൊടുക്കും. അപ്പൊ ചോര അവിടെ എത്തി. അപ്പൊ അവിടെ കുംഭം 15-ാം തീയതി അവിടെ നേർച്ചുണ്ട്, മകരം 15-ാം തീയതി ഇവിടെ. അങ്ങനെയാണ്. അപ്പോ ഇവിടുത്തെ നാട്ടുരാജാവ് പറഞ്ഞു എന്ന് പറയുന്നത് എല്ലാവിധ കാര്യങ്ങളോടും കൂടിയിട്ട് മറവ് ചെയ്യണം എന്നുള്ള ഒരു ഇത് പറഞ്ഞു അല്ലേ? ഞാൻ ഫോണ് വരുന്നുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഒരു കോള് വന്നു, അതാണ് നമ്മള് നല്ലൊരു ഇതിലിങ്ങനെ സംസാരിച്ചോണ്ടി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വെച്ചത്, മണത്തല നേർച്ചയിലെ നാനാജാതി മതസ്ഥരും പങ്കെടുക്കുന്നു. അപ്പൊ നാട്ടുരാജാവ് പറഞ്ഞു എല്ലാവിധ ബഹുമതികളോടും കൂടിയിട്ട് ഹൈദ്രോസ് കുട്ടി മൂപ്പർ എന്ന് പറയുന്ന ആ മരിച്ച ആളെ കബറടക്കണം എന്ന് പറഞ്ഞു. അതാണ് ഈ തബൂത്ത് കാഴ്ച അല്ലെ? തബൂത്തും കൂട്. അതായത് ആ കബറിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന തബൂത്തും കൂട് നാട് മുഴുവൻ നടന്ന് അലങ്കാരത്തോട് കൂടിയിട്ട്
ഇറങ്ങിയിട്ട് വീണ്ടും ഉച്ചാകുമ്പോഴാണ് തിരിച്ചുള്ളൂ. വീണ്ടും അവിടെ എത്തും. വീണ്ടും അവിടെ എത്തും. അത് വലിയ ആഘോഷമാണ്. ആഘോഷമാണ്. അതിലെല്ലാ മതസ്ഥരും പങ്കെടുക്കും. പങ്കെടുക്കുന്നത്. എല്ലാ മതസ്ഥരും പങ്കെടുക്കും. അത് ഇവിടുത്തെ ചാവക്കാലത്ത് ഉത്സവമാണ്. പണ്ട് നിർത്തുന്നതാണ്. ഒരു പെരുന്നാളാണ്. അതെ അതെ. എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ടൈലർമാർക്ക് പുതിയ ടൈലർമാർക്കൊക്കെ നല്ല ജോലി ഉണ്ടാവും, വർക്ക് ഉണ്ടാവും അല്ലേ? പുതിയ ഡ്രസ് ഇടും. പുതിയ ഡ്രസ്. കുടുംബങ്ങളൊക്കെ വരും, ഇറങ്ങി ബിരിയാണി ഒക്കെ ഒരു പെരുന്നാള്. അതെ അല്ലേ? എല്ലാ വീട്ടിലും ബിരിയാണിയും മറ്റേ നല്ല ഭക്ഷണ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി അത് എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലേ? അടുത്തുള്ള അകലുള്ളവരൊക്കെ ഇവിടെ വന്ന് ഉണ്ടാവും അല്ലേ? ഒരുപാട്. ഞാനും നേർച്ചയ്ക്കുള്ള ഇതായിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് മട്ടൻ നേർച്ച. അത് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം. ശരി. അല്ല, അപ്പോ ഇദ്ദേഹത്തിന് പിന്നെ മറവ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവിധ ബഹുമതികളോടും കൂടിയിട്ട് മറവ് ചെയ്യണം, നാട് മുഴുവൻ കാണിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് ഇത് മതത്തോടൊരു ബന്ധമില്ല അല്ലെ? ഇല്ല. എല്ലാ മതസ്ഥരും വേണ്ടിയിട്ട് അവരുടെ രാജ്യം രക്ഷപ്പെടുത്തിയതാണ് അല്ലേ? അതാണ് ഇതിന്റെ ചരിത്രം. ഇതില് പല തമാശകളും ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആന ഉണ്ടാവാറുണ്ട്. ആനയുടെ മുകളിൽ നിന്ന് വീണു, ആന പാപ്പാനെ ഇതാക്കി. അതിൽ നിന്ന് ആന കുത്തിയലിന്റെ ഇതിൽ നിന്ന് കൊമ്പിന്റെ ഇടയിൽ രക്ഷപ്പെട്ടിട്ട് ഗൾഫിലുണ്ടപ്പാണ് എന്നാണ് ഒരു ഇതില് കണ്ടിരുന്നു, ഒരു പേപ്പറിൽ കണ്ടിരുന്നു. ആളിപ്പോ ഉള്ള ഇതായി. വേറൊരു കോള് കൂടി വരുന്നുണ്ട്. ഇതല്ല നമ്മളെ ഫോണിലല്ലേ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മള് വലിയ യൂട്യൂബറൊന്നും ആയിട്ടില്ല. അപ്പൊ നമ്മള് പറഞ്ഞ് ഇടയ്ക്ക് മുറിഞ്ഞു പോവാണ്. അപ്പൊ ഒരുപാട് വിദേശത്ത് ഉള്ളവരുണ്ട്, ഈ അപകടത്തിൽ പറ്റിയ ആളൊക്കെ ഉണ്ട് അല്ലേ? അതല്ലേ പറഞ്ഞു വരുന്നത്. പിന്നെ ഞാൻ വേറൊന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടിരുന്നു. നിങ്ങളുടെ 2 മക്കള്, 3 മക്കളില് 2 ആൺകുട്ടികള്, അവരെ ഇട്ട് നേർച്ചയ്ക്ക് കാണാൻ പോയ ആ കഥ എന്ന് പറഞ്ഞു. പോയി. അത്രയും ഉറക്കെ പറഞ്ഞോളൂ. കുട്ടികൾ ചെറിയ കുട്ടികളാണ്. ഏതാണ്ട് എത്ര വയസ്സുണ്ടാവും? 5 വയസ്സ് 3 വയസ്സ്. അപ്പൊ അവരായിട്ട് നേരിട്ടെങ്ങനെ അടിപൊളി നിൽക്കണ ഈ ആന ഇടഞ്ഞു. ഇടഞ്ഞു. ബാളായി 4 ഭാഗം ഓടി. ആൾക്കാരൊക്കെ ഓടി. അവരൊക്കെ പോയി. അവിടെ വെച്ചു. അവരൊക്കെ പോയി. അങ്ങനെ പിന്നെ പാപ്പാനെ ഊട്ടി കുട്ടികളെ കാണാനില്ല. കുട്ടികളെ കാണാനില്ല. കുട്ടികളായിട്ട് നേർച്ച കാണാൻ പോയത്. എല്ലാരും ആന ഇങ്ങോട്ട് വരുമ്പോ ഞാൻ കുട്ടികളെ കാണാണ്ട് അങ്ങോട്ടാ പറഞ്ഞത്. ആനടുത്തേക്ക് ഓടുന്നത്. കുട്ടികളെ ഇവിടെ കാണാനില്ലല്ലോ, പേടിച്ചിട്ട് കുട്ടികളെ കണ്ടുപിടിച്ച് കൊണ്ടാക്കി. 2 പേര് 2 കയ്യില് പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കി. അപ്പോഴാണ് സമാധാനമായത്. മതിൽമ കയറ്റി അപ്പുറത്ത് ഞാൻ ചാടി എടുത്ത് കെട്ടി പറഞ്ഞു. ഞാൻ വീട് കെട്ടി പറഞ്ഞു വീട്ടിൽ കൊണ്ടാക്കി. അതിന് കുടുംബത്തിലാക്കിയല്ലോ. വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടാക്കിയപ്പോ സമാധാനമായി. ആ മക്കളിപ്പോ വലിയ കുട്ടികളായി, വലിയവരായി അല്ലെ? വിദേശത്താണ് അവരൊക്കെ അല്ലെ? അവരൊക്കെ ഓർക്കുണ്ടാവണോ അല്ലെ? മണത്തല നേരത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മള് ഓർമ്മകളിലുണ്ട് അല്ലെ? നേർച്ചയില് അതൊക്കെ വലിയൊരു ഇതാണ്, കുട്ടികൾക്കും വലിയൊരു കാര്യമാണ് അല്ലെ? പക്ഷെ ഈ ആന പിന്നെ ആക്രമിച്ചിട്ട് അതിന് രക്ഷപ്പെട്ട ഒരാളുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആനക്കൊമ്പിൽ നിന്ന്. അതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് അല്ലെ? വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കൽ നാട്ടുകാഴ്ചക്ക് ആന നിറഞ്ഞു നിൽക്കും. പള്ളിയുടെ മുമ്പിൽ എല്ലാ ആനകളും നിറഞ്ഞു നിൽക്കും. അപ്പൊ എത്ര ആനയൊക്കെ ഉണ്ടാവും? ആന കുറേ ഉണ്ട്. 10-50 എണ്ണമൊക്കെ ഉണ്ടാവും. അപ്പൊ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയത്ത് ഒക്കെ കൂടെ ഓടി. എല്ലാം കൂടി ഓടി. ആനക്കൊരു സ്വഭാവം ഉണ്ട്. ഒന്ന് ഓടി കഴിഞ്ഞാൽ അപ്പൊ ഓടും. എല്ലാം ഓടും. അപ്പൊ ഒരു ആന കുത്തിയാണ് മുമ്പോട്ട്. കുത്തി നോക്കുമ്പോ ആണ്ട് ഓടി. ഓടിയപ്പോ ഒക്കെ കൂടെ ഒരു ലോറി ചെരുപ്പാണ് അവിടെ ഉണ്ടായിരുന്നത്. ആൾക്കാർ ലോറി അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതല്ലേ? അങ്ങനെയൊക്കെയുള്ള നേർച്ചയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഒരു പണ്ടത്തെ പ്രൗഢി ഉണ്ടോ ഇപ്പോഴത്തെ പണ്ടത്തെ നേർച്ച? ഉണ്ടല്ലേ? അതിലൊന്നും വ്യത്യാസമില്ല അല്ലേ? പരിപാടിയാണ്. മകരം 12ആയി. മകരം 13, 14, 15 നേർച്ച. 13, 14, 15. 13-ന് കുറെ പരിപാടികളൊക്കെ ഉണ്ടാവും. ഞാൻ കുറെ ഫ്ലക്സ് പരിപാടി ഇപ്പൊ പറഞ്ഞിരിക്കണം. അങ്ങനത്തെ ഒരു ആവശ്യമാണ്. പലർക്കും ആൾക്കാർ പറഞ്ഞു ഇന്ത്യയുടെ 4 ഭാഗത്തുള്ള ജനങ്ങൾ വന്നു പോകുന്ന ഒരു ആവശ്യമാണ് മണത്തിലെ നേർച്ച.
എന്തായാലും വളരെ സന്തോഷം ഈ മണത്തല നേർച്ചയെ പറ്റിയിട്ട് ഇത്ര പറഞ്ഞു തന്നതില്. കാരണം ഇനിയിപ്പോ മണത്തല നേർച്ചയുടെ ഓരോ ഭാഗങ്ങൾ ഞാൻ എടുക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ടുള്ളതും നമ്മുടെ ഒരു ഈ സംസാരം ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ, അതില് രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും ഇപ്പൊ എത്ര വയസ്സായി? 68 വയസ്സായി. 68 വയസ്സിന്റെ ഉള്ളിൽ മണത്തല നേർച്ചയുടെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ വർഷവും ദൈവം തമ്പുരാൻ നമുക്ക് കാണാൻ നിയോഗമുണ്ട് അല്ലെ, കാണാൻ സാധിച്ചു. അപ്പൊ നമുക്ക് നാളെ മുതല് നേർച്ചയുടെ ആഘോഷങ്ങളാണ് അല്ലെ. അപ്പൊ ഇനി എല്ലാ ഭാവുകളും നേരുന്നു. എല്ലാതും നമുക്ക് ഇനി വേറെ നേർച്ചയുടെ കാര്യങ്ങളിലെല്ലാം കാണാം. അതുപോലെ ഒരു ചെറിയൊരു സംസാരിക്കാനുള്ള ഇത് തന്നതിന് വളരെ നന്ദി. താങ്ക് യു. അസ്സലാമു അലൈക്കും.